ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ജ്യേഷ്ഠ സഹോദരന്മാരുടെയും ഒക്കെ ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ആ വിചാരം തന്നെ കുറച്ചൊന്ന് ഏകാഗ്രമായിട്ട് കാണുന്ന കരുതുക. ഒരു ബിലവഡ് പാരബിളാണ് മേരി. ഇങ്ങനെ ദൈവം രൂപപ്പെടുത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉപമയുടെ പേരാണ് മേരി. അതിനങ്ങനെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു 15 ദിവസവും നമ്മൾ ഈ പാരബിളിനെ വായിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ പാരബിൾ എന്ന് പറയുന്നത്? എ സ്റ്റോറി വിത്ത് ഡിവൈൻ എഡ്ജ്. ഒരു ദൈവിക മൂർച്ചയുള്ള ഒരു കഥയുടെ പേരാണെന്ത്? പാരബിൾ. ദൈവിക മാനോ ഡൈമെൻഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്ന്. ഇപ്പൊ ഓരോ ദിവസവും മേരി എന്ന പാരബിളിൽ നിന്ന് നമ്മൾ ചില ബോധങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരെനിക്ക് നൽകിയിട്ടുള്ള വിചാരം ഫാമിലി തന്നെയാണ്. മദർ, അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിന് അതൊരു റെഫറൻഷ്യൽ വേർഡാണ്. കാരണം ഫാമിലി എന്ന് പറഞ്ഞൊരു വാക്കില്ലാതെ അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ കരുതുക. തിരുക്കുടുംബം എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സഭ നമുക്കൊരു ഐക്കണായിട്ട് വെച്ച് തരുന്നത്, ഒരു ബെഞ്ച് മാർക്ക്. നമ്മൾ അവിടെ വരെ എത്താതിരിക്കാന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ലൈറ്റ് ഹൗസിനെ കുറിച്ച് ഉള്ള സങ്കല്പം കണക്കാണ്. നമ്മൾ ഈ ലൈറ്റ് ഹൗസുകളെ കുറിച്ച് പറയുന്നത് കപ്പൽ യാത്രക്കാർക്ക് വെട്ടം തരാൻ വേണ്ടിയല്ല അല്ല ലൈറ്റ് ഹൗസ്. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. കപ്പൽ എത്ര ദൂരെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് ഹൗസ്. ഇപ്പോ ഈ ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾ എത്ര ദൂരെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തുഴഞ്ഞെത്താവുന്ന നോട്ടിക് മൈലുകളെ ഉണ്ടാവുകയുള്ളൂ. വിശേഷിച്ചും ഈ ഒരു കാലത്തിന്റെ പ്രത്യേകതയിൽ കഴിഞ്ഞ വർഷം അച്ഛനെ വിളിച്ചു. എനിക്ക് എൻ്റെതായ ചില പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. ലിറ്ററലുള്ള പ്രതിസന്ധികളായിരുന്നു. അതിങ്ങനെ ഒരു കവിത എന്ന നിലയിൽ പറയുന്നതല്ല. ഒരുപക്ഷെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാവും. കാരണം അന്ന് നമ്മളിങ്ങനെ വളരെ പെരിഫറിയിലായിരുന്നു. അച്ഛനൊക്കെ സൂചിപ്പിച്ച കണക്ക് ഒരു തരം ഈ ഇങ്ങനെ ഉപരിതല ജീവിതമായിരുന്നു. കഴിഞ്ഞ മാർച്ച് തൊട്ടുള്ള ജീവിതം നമ്മളെ കുറെ കൂടി അഗാധമാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ കൺവേർജ് ചെയ്തു തുടങ്ങി. വിശേഷം ഫാമിലിയിലോട്ട് കൺവേർജ് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്കറിയാം ഇത് കുറച്ചുകൂടി മുഴക്കമുള്ളൊരു വാക്കായിരിക്കും. കാരണം ഒരേ ആശങ്കകളിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന നിലയിൽ, കഴിഞ്ഞൊരു കുറച്ചധികം കാലമായിട്ട് പുറത്തു പോകാതിരിക്കുന്ന ഒരാളെന്ന നിലയിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതിനെ ഫ്രട്ടേണലായിട്ട് കേൾക്കാൻ പറ്റും. എന്താ ഈ തിരുക്കുടുംബം എന്ന് പറയുന്നത്? എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, എഴുത്തുകാരനാണ്, സെബാസ്റ്റ്യൻ വെളുത്തോട് എന്നത് ഇതിന്റെ പേര്. അതിന് അപ്പനെ കുറിച്ച് എഴുതിയൊരു കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൻ, അമ്മ, ഞാൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്കൊരു തിരുക്കുടുംബം കണക്ക് ജീവിക്കാൻ പറ്റാതെ പോയത്? ഏതെങ്കിലും തരത്തില് എല്ലാ വീടിന്റെയും അകത്തളങ്ങളിൽ നിന്ന് ഈ വാക്ക് മുഴങ്ങുന്നുണ്ട്. ചെറിയ വീടുകളിലെ ഇപ്പൊ അച്ഛൻ സൂചിപ്പിച്ച കണക്ക് നമ്മുടെ ഒരു ഫാമിലി കൺസെപ്റ്റ് വളരെ ചെറുതാ. സിബ്ലിങ്സ് ഒന്നും കാര്യമായിട്ടില്ല. ഒറ്റ മോനോ ഒറ്റ മോളോ, പരമാവധി ഒരു പെങ്ങള്. ഇത്രയും ചെറിയൊരു യൂണിറ്റ് ആയിരുന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അതിനെ മാമോദിസപ്പെടുത്താൻ, അതിനെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ പറ്റാതെ പോയത്? ഇപ്പൊ നമ്മൾ പുലർത്തുന്ന ആശങ്ക നമ്മുടെ പേരൻസിനെ കുറിച്ചായിരിക്കും. പക്ഷെ ഇതേ ആശങ്ക നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആവർത്തിക്കുമ്പോ അത് രസമുള്ളൊരു കളിയല്ല. എവിടെങ്കിലൊക്കെ കുഞ്ഞുങ്ങളെ പറയുകയാണ്, എന്തുകൊണ്ടാണ് നമുക്കൊരു തിരുക്കുടുംബം കണക്ക് ജീവിക്കാൻ പറ്റാതെ പോയത്? എന്താ തിരുക്കുടുംബം എന്നുള്ളത്? വെൽ ഡിഫൈൻഡ് ആണ്. ഒരു 3 എലമെന്റ്സ് ആണ്. ഒന്ന്, നീതിബോധമുള്ളൊരു പുരുഷൻ. പുരുഷൻ എന്ന് പറയുമ്പോൾ അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് ആ ജെൻഡർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില വീടുകളിലെങ്കിലും അമ്മ തന്നെയാണ് ആ വീടിന്റെ ഗൃഹനാഥൻ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാരുണ്ട്, അൺവെഡായ
മദേഴ്സുണ്ട് വിദേശങ്ങളിൽ. ഒരു ഫാദർ ഫിഗർ എന്ന് ഓർത്താൽ മതി. ആ പുരുഷൻ എന്ന് പറഞ്ഞ വാക്കിന് അത്രയും ഗ്രാവിറ്റി കൊടുക്കണ്ട. പിന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരാള്, ഈ മോണിറ്റർ ചെയ്യുന്ന ആളുടെ ബേസ് എന്ന് പറയുന്നത് നീതിബോധമാണ്. അപ്പൊ അതൊന്ന് വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് ഈ ഫാമിലിയെ മോണിറ്റർ ചെയ്യുന്ന ഒരു ചങ്കി കൈവച്ചുകൊണ്ട് ചോദിക്കണം, അങ്ങനെ ഒരു നീതിബോധമുള്ളൊരു മനുഷ്യനാണോ ഞാൻ, അല്ലെങ്കിൽ നീതിബോധമുള്ള സ്ത്രീയാണോ ഞാൻ? നീതിയൊക്കെ ഡിഫൈൻഡ് ആണ്. നീതി എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് എവരിവൺ ഹാസ് റിസീവ്ഡ് ഹിസ് ഡ്യൂ. മേക്ക് ഷുവർ ദാറ്റ് എവരിവൺ ഹാസ് റിസീവ്ഡ് ഹിസ് ഡ്യൂ. എല്ലാവർക്കും അർഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയെന്ന് ഉറപ്പുവരുത്തിനെ വിളിക്കുന്ന വാക്കാണ് നീതിബോധം. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സന്ധികൾ അവകാശപ്പെട്ടതാ. ആ സമയത്ത് ചങ്ങാതിമാരുമായിട്ട് ഇത്തിരി പാനോപചാരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാൾ വാസ്തവത്തിൽ നിഷേധിക്കുന്നത് കുട്ടികളുടെ സന്ധികളാണ്. കൂടെ പാർക്കുന്ന ജീവിക്ക്, കൂടെ പാർക്കുന്ന സ്ത്രീക്ക് ശ്രദ്ധ അർഹിക്കുന്ന കേൾവി. ഒരു സ്ത്രീയുടെ ഒരു ബേസിക് നീഡ് എന്ന് പറയുന്ന കേൾക്കപ്പെടുക എന്ന് പറഞ്ഞൊരു ആവശ്യമാണ്. നമ്മൾ പുരുഷന്മാർക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലൊരു പുരുഷനായിരുന്നു യേശു. ആ നല്ല പുരുഷനാണെന്ന് തെളിയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കണറ്റിമ്പക്കിലിരുന്ന് അവളെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാ. ഒരു സ്ത്രീയുടെ കഥ മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിൽ ഇത്രയും ദീർഘമായ ഒരു സ്വകാര്യ ഭാഷണം വേറെയില്ല. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്, ശിഷ്യന്മാര് മറ്റൊരു ഗ്രാമത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവരുന്ന വരെയുള്ള നേരം. അതായത് ചുരുക്കത്തില് ഈ ചെറിയ പള്ളി ഇരുന്നുകൊണ്ട് ഏറ്റുമാനൂർ പോയി എന്നെങ്കിലും വായിക്കണം നമ്മള് കാൽനടയായിട്ട്. കുറഞ്ഞ ഭക്ഷണം. മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ ഒരു ടോപ്പോഗ്രഫി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വില്ലേജും വേറെ വില്ലേജും നമ്മൾ ദൂരം. ചുരുക്കത്തില് ഒരു ദിവസത്തോളം കേട്ടുകൊണ്ടേയിരുന്നു അവളുടെ കഥകള്. മധ്യാഹ്നത്തിൽ തുടങ്ങിയ കഥ സായന്തനം വരെ ആ കഥ നീണ്ടു. എത്ര കാലമായി ഈ ആൺകുട്ടികൾ അവരുടെ അമ്മമാരെ കേട്ടിട്ട, ഈ ആങ്ങളമാരെ അവരുടെ പെങ്ങന്മാരെ കേട്ടിട്ട, അയാൾ അവളെ കേട്ടിട്ട. ബേസിക് നീഡാ. പരിഹാരം പോലും അവൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കേൾക്കാൻ ആളെ അവൾ തിരയുന്നുണ്ട്. കുറച്ച് ദാമ്പത്യേതര സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കാലത്തിന് ആങ്സൈറ്റി ഉള്ള ഒരു നേരം കൂടിയായതാണ്. ഇതിനൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ വളരെ ഫിസിക്കലായിട്ടാ പറയണം. എന്ത് മോശം വാക്കുകൾ കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാതെ പോകുന്ന ഒരു ബേസിക് നീഡുണ്ട്, ഈ ലിസൺ ചെയ്യപ്പെടാനുള്ള ഒന്ന്. എത്ര കാലമായി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പരസ്പരം കേട്ടിട്ട് കേൾക്കുന്നു എന്ന് കരുതുന്നവരിലേക്ക് ചാഞ്ഞു പോകുന്നൊരു മനസ്സുണ്ട്. അത് ശരിയോ തെറ്റെന്ന് അവിടെ നിൽക്കട്ടെ. ഒന്ന് ഇതാണ്, ഒരു നീതിബോധമുള്ള ഒരു പുരുഷനായിരിക്കുന്ന മേക്ക് ഷുവർ വയോധികരായവർക്ക് പരിചരണം, ശ്രദ്ധ, കുഞ്ഞുങ്ങൾക്ക് നേരം, ഇതൊക്കെ ഉറപ്പുവരുന്നുണ്ടെന്നുള്ളതാണ് എന്താ ഒന്നാമത്തെ പാഠം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും ഈ ജനസിൽപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നേരത്ത് സാമാന്യം വിരസമായി ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു താല്പര്യം പോലും ഉണ്ടായിരിക്കണം. അപ്പൊ അത് ടിക്ക്. ഓക്കെ, നമ്മളതിനകത്ത് വി ഗോട്ട് ത്രൂ. ഇപ്പൊ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഈ അഗാധ നിശബ്ദയുള്ളൊരു സ്ത്രീ എന്നാണ്. മറിയം എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാ പറയുന്നത്. കുറച്ചൊരു ഡിച്ചാറ്റായ ഒരു പേഴ്സൺ എന്ന നിലയിൽ മേരിയെ നമ്മൾ സമീപിച്ചാന്നല്ല. എന്തിനകത്ത് ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും പോകുന്ന ഒരാൾക്ക് ഒന്നിനകത്തും ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നമ്മുടെ തോന്നലുകളിൽ പെട്ടുപോവുകയാണ്. ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് കടന്നു പോകുന്ന വൈകാരികത വേണോ, നിലനിൽക്കുന്ന ബന്ധം വേണോ? പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്, ഇതാണ് പ്രശ്നം. ഏത് ബന്ധത്തിനകത്തും അവസാനം വരെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ കടന്നു പോകുന്ന ബന്ധം വേണോ, അല്ലെങ്കിൽ കടന്നു പോകുന്ന വൈകാരികത വേണോ, നിലനിൽക്കുന്ന ബന്ധം വേണോ?
ഈ നിലനിൽക്കുന്ന ബന്ധങ്ങൾ കോപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കുറച്ച് മെഡിറ്റേഷൻ ആവശ്യമുണ്ട്. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇടക്കിടക്ക് വേദോസം പറയുന്ന വാക്കാ. 2 സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഒന്നിങ്ങനെ കുഞ്ഞിനെ കാണാനായിട്ട് വന്ന ആട്ടിടയന്മാരും രാജാക്കന്മാരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിങ്ങനെ വളരെയേറെ ജുബിലന്റായ കാര്യമാണ്, ആനന്ദം കൊടുക്കുന്ന കാര്യമാണ്. അതിനകത്തും പറയുന്ന ഇങ്ങനെയാണ്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിന്നെ കൺഫ്യൂസ്ഡ് ആയൊരു സംഭവമുണ്ട്. കുഞ്ഞിനെ തപ്പി വരുമ്പോഴേക്കും നിന്നെ പ്രതി ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി അലഞ്ഞു എന്നൊക്കെ പറയുമ്പോ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? എന്റെ അച്ഛന്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ? അപ്പോഴും വേദപുസ്തകം പറയുന്ന അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പുറത്തുള്ള കാര്യങ്ങളിൽ അമിതമായിട്ട് റിമോട്ട് ചെയ്യപ്പെടാത്ത, മൗണ്ടർ ചെയ്യപ്പെടാത്ത ഒരു ആന്തരിക ലോകം, എല്ലാത്തിനകത്തും വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഈ കാറ്റത്തെ ഞാങ്കണ കണക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകുന്നത് ശരിയാണോ? അപ്പോ അഗാധ നിശ്ശബ്ദ എന്ന് പറയുന്നത് ഈ അഗാധധാനത്തിൽ നിന്ന് പോവിട്ട ഒരു തരം ഡിച്ചാറ്റ് സംയമനമൊക്കെ നിർമ്മമതയാണ്. എന്നാലേ കൺസ്ട്രക്റ്റീവ് ആവാൻ പറ്റത്തുള്ളന്നേ. എന്തെങ്കിലും കുഴങ്ങിപ്പോകുന്ന ഒരാൾക്ക് എങ്ങനെ കൺസ്ട്രക്റ്റീവ് ആവാൻ പറ്റുക? ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സംഭവം ഓർമ്മിക്കുകയാണ്. അവളുടെ അമ്മ മരിച്ചു. പ്രായമായ അമ്മ, പ്രായമായ മിഡിൽ ഏജിലുള്ള സ്ത്രീ. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ മിഡിൽ ഏജിലുള്ള ആളുടെ പേരന്റ് മരിച്ചു കഴിഞ്ഞാൽ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ കുഴപ്പം, ഒരു പ്രായം ഒരാളും മരിച്ചു. പക്ഷെ എളുപ്പമല്ല കേട്ടോ സംഭവം. അഡൾട്ട് ഓർഫൻ ക്ലബ് എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ഒരു സംഘടന തന്നെ ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ ഒരു ഓഫൻ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാകും, പക്ഷെ ഈ അഡൾട്ട് ഓഫൻസ് ഉണ്ട്. 50കളിലോ 60കളിലോ ഒക്കെ ഇങ്ങനെ പേരൻസ് നഷ്ടമാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു വാക്കുണ്ട്, ശൂന്യതയുണ്ട്. നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ അഡ്രസ് ചെയ്യാത്തൊരു പ്രശ്നമാണ് ഇത്. ഇവിടെ ആരെങ്കിലും മരിച്ചാന്ന് ചോദിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്ത് പ്രായം ഉണ്ടായിരുന്നു. അർത്ഥം അത് വളരെ ലൈറ്റായിട്ട് എടുക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ അകത്ത് കിടപ്പുണ്ടേ. അതല്ല വാസ്തവത്തില്. എന്തായാലും ഈ സ്ത്രീ വലിയ ഡിപ്രഷനിലേക്ക് വഴുതിപ്പോയി. അവൾ അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി അവൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് അമ്മയെ കുറിച്ച് പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും നിനക്ക് എത്ര ചങ്ങാതിമാരുണ്ട് അവർക്ക് എഴുതിക്കൊണ്ടിരിക്കുക. ഒരു തെറാപ്പിയുടെ ഭാഗമാണ്. അങ്ങനെ മാസങ്ങളോളം എടുത്ത്, ഇപ്പൊ ഞാൻ എന്റെ കണക്കൊന്നും ഓർമ്മിക്കുന്നത്, കാരണം റിയൽ സ്റ്റോറി ആയതുകൊണ്ട് കണക്ക് തെറ്റുന്നതിനകത്ത് വിഷമം വിചാരിക്കരുത്. പോട്ടെ, ഒരു 40 സ്നേഹിതർക്ക് അവരെ കത്തെഴുതി. മാസങ്ങളെടുത്ത്. അവളെ ഹസ്ബൻഡ് ഇതിനകത്തൊക്കെ അവളുടെ കൂടെ നിൽപ്പുണ്ടേ. എന്നിട്ട് ഈ കത്തിന്റെ കെട്ടെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ അമ്മയില്ലാത്ത മകളായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അയാൾ സമ്മതിച്ചു. ജീവിതം സാധാരണഗതിയിലേക്ക് എത്തി. ഒരു ദിവസം അവളിങ്ങനെ വീടൊക്കെ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോ ഈ കട്ടിലിന് താഴത്തെ ഒരു ബാഗിനകത്തുനിന്ന്, ടെന്നീസ് ബാഗിനകത്തുനിന്ന് ഈ പറഞ്ഞ 40 കത്തുകളും കണ്ടെത്തുക. അയാളത് അയച്ചിട്ടില്ല. ഇത് ഈ സ്ത്രീക്ക് കൊടുക്കുന്ന ട്രോമ എന്ന് പറഞ്ഞ് ഭീകരമാണ്. അത് പറഞ്ഞ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക ഞാൻ എങ്ങനെ ഇതിനകത്ത് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ഒരു ദുഃഖത്തിന്, എന്റെ ഒരു ട്രോമയ്ക്ക് നിങ്ങൾ ഇത്രയും മൂല്യം കൊടുക്കുന്നുള്ളൂ. അയാൾക്കും അതിന്റെ പാളിച്ച മനസ്സിലായി. അവളിങ്ങനെ ഇരിക്കുമ്പോ അയാൾ അടുക്കൽ ചെന്നിട്ട് തന്റെ ശിരസ് അവളുടെ കാൽമുട്ടിനോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മാപ്പാക്കണം. അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് വിചാരിക്കാൻ മാത്രം ബുദ്ധിമോശമുള്ള ഒരു സ്ത്രീയല്ല നീ, വിട്ടുപോയി. അപ്പോഴാണ് അവൾ ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യം അവളുടെ തലയിലോട്ട് വരുന്നത്. ലൈഫിൽ ഏതെങ്കിലും ഒരു നിമിഷത്തില് നമുക്കൊരു ചോയ്സ് എടുക്കേണ്ട നേരം വരും. എന്താണത്? ബിറ്റ്വീൻ ഫ്ലീറ്റിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്. കടന്നു പോകുന്ന വൈകാരികത വേണോ, നിലനിൽക്കുന്ന ബന്ധം വേണോ? ആൻഡ് ഷീ ഓപ്റ്റഡ് ഫോർ ദ ലാറ്റർ. അവൾ പറഞ്ഞു, ഞാൻ തീരുമാനിക്കാൻ പോകുന്ന ബന്ധങ്ങൾക്ക് വേണ്ടിയാ. എന്നിട്ട് അയാൾ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് മറവീത്തൊരു കൂടുതലാണ്. അയാൾക്ക് കുറച്ച് ആശ്വാസം വരുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുപോയി 40 അഡ്രസ്സിലും കൊടുക്കാം. അവൾ പറഞ്ഞു, അത് വേണ്ട, ഏതായാലും ഇത്രയും വൈകിയില്ലേ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് കത്ത് കിട്ടും. പിന്നെ ഇതിനകത്തുനിന്ന് കുറച്ചു പേരെ കണ്ടെത്തി ഞാൻ പോയി കൊടുക്കാം, എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്.
അന്ന് ആദ്യമായിട്ട് അയാൾക്ക് മനസ്സിലായി തൻ്റെ കൂടെ പാർക്കുന്ന ഈ വ്യക്തി ഒരു പൂർണ്ണ സ്ത്രീയായി. അതുവരെ അവളൊരു മുതിർന്ന പെൺകുട്ടി മാത്രമായിരുന്നു. ഇത് സ്ത്രീയാ. നിർഭാഗ്യവശാല് നമ്മളിൽ പല അമ്മമാരും മുതിർന്ന പെൺകുട്ടികളായിട്ടാണ് കടന്നു പോകുന്നത്. ആൺകുട്ടികളോട്ടെ, ആൺകുട്ടികളും ഒക്കെ തന്നെ. നമ്മൾ വി ആർ ബിഗ് ബോയ്സ് ആൻഡ് ബിഗ് ഗേൾസ്. മേരിയെ കുറിച്ച് പറയുമ്പോൾ അതിനെ പൊതുവായിട്ട് സ്ത്രീയുമായിട്ട് പരാമർശിക്കുന്നത് മാത്രമേ ഉള്ളൂ. മേരി സ്ത്രീക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടിയുള്ള. രണ്ടാമത്തെ ഇങ്ങനെയാണ്, ഇത്തിരി നിശബ്ദതയുള്ളൊരു മനുഷ്യനാണോ നിങ്ങൾ? ടിച്ചാറ്റാണോ? അതിനകത്ത് ഉപയോഗിക്കേണ്ട ഉരകല്ല് ഇതാണ്. നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വൈകാരികതയാണോ ബന്ധമാണോ? വൈകാരികതയൊക്കെ പെട്ടെന്ന് ശമിക്കുന്നേ. ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ചു, എന്നിട്ട് നമ്മളോട് തന്നെ പറയുന്നു, വീട്ടിലെ പിന്നെ ഞാൻ എവിടെയാ പൊട്ടിത്തെറിക്കുക? കേൾക്കുമ്പോൾ ശരിയാണെന്നൊക്കെ തോന്നും. നമുക്ക് നമ്മുടേതായ കൃത്യമായ റാഷണാലിറ്റി ഉണ്ട് അതിന് പുറത്ത്. പക്ഷെ ഈ വീട് അതിന്റെ പഴയ ഭാവത്തിലേക്ക് വരാൻ എത്ര ദിവസം പിടിക്കും? ആ വാക്ക് ഒന്ന് സോളോ ചെയ്തിരുന്നെങ്കിലോ, ആ അനിഷ്ടം ഒന്ന് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇങ്ങനെ ചവച്ച് അരച്ചിങ്ങനെ ഇറക്കിയിരുന്നെങ്കിലോ? നമ്മൾ കൊടുക്കുന്ന ഈ നീതീകരണം എനിക്ക് തോന്നുന്നില്ല അത്ര ജെന്യുവിനായ ഒരു നീതീകരണമാണെന്ന്. ഇവിടെ അല്ലെങ്കിൽ ഞാൻ എവിടെ പറയും, എന്റെ മക്കളോട് അല്ലെങ്കിൽ ഞാൻ എവിടെ പറയും, എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഞാൻ എവിടെ പറയും? നിരന്തരം ശോഭിച്ചുകൊണ്ടിരുന്ന ഒരു മകൻ അപ്പം കൊടുത്തൊരു ഹോംവർക്ക് ഉണ്ട്. അയാൾ പറഞ്ഞു, അവർ തടി വീടാണ്, വിദേശങ്ങളിലൊക്കെ ഇങ്ങനെ ക്യാബിൻ ഹൗസ് ഉണ്ട്. അപ്പം പറഞ്ഞു, നിനക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ നീ എന്ത് ചെയ്യുന്നു? ഭിത്തിയിൽ റാണി അടിച്ചോളാൻ പറഞ്ഞു, മുള്ളാണി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ ഭിത്തി നിറയെ എന്ത് ചെയ്യുന്നുണ്ട്? മുള്ളാണികളുണ്ട്. അപ്പൊ അവൻ ഓർത്തത് ദേഷ്യം ഇതിലോട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും എന്നുള്ള. അങ്ങനെ അവൻ വിചാരിച്ചത്. അപ്പം പറഞ്ഞു, അതല്ലായിരുന്നു എന്റെ ഉദ്ദേശം, നീ ഞങ്ങൾക്ക് പറിക്കാൻ പറഞ്ഞു. അങ്ങനെ ചുറ്റികയുടെ മറുവശത്ത് തന്നെ പറിക്കാനായിട്ടുണ്ട്. അങ്ങനെയാണ് ചുറ്റിക നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പറിക്കുന്നു. പറിച്ചു കഴിയുമ്പോ ഇനി ദെൻ വാട്ട് എൽസ്? അപ്പം പറഞ്ഞു, ഇനി ഭിത്തിയിലേക്ക് നോക്കിയിട്ട് അതിന്റെ സുഷിരങ്ങൾ എണ്ണാൻ പറഞ്ഞു. ഇതെപ്പോഴാണ് അടയാൻ പോകുന്നത്? ഇതുമാത്രം സുഷിരങ്ങളാണ് നമ്മൾ ഈ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. എപ്പോഴും നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്? മാനുഷിക പ്രേരണ കൊണ്ടൊന്നും ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കളി അത്ര എളുപ്പമല്ല. ഇതിന് വേറൊരു കണക്ഷൻ വേണം. മേരി എന്തോ ഒരു കാര്യമായിട്ട് കണക്ട്, അതിനെ വിളിക്കുന്ന വാക്കാണ് മെഡിറ്റേഷൻ. കുറച്ച് മെഡിറ്റേഷൻ ഉള്ളൊരു പുരുഷനും സ്ത്രീയായോ എന്നുള്ള രണ്ടാമത്തത്. മെഡിറ്റേഷൻ അതിൽ തന്നെ വല്ല പ്രധാനപ്പെട്ടായിട്ട് കരുതില്ല, പക്ഷെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് നല്ല. അത് നമുക്ക് തരുന്നൊരു മാനമുണ്ട്, ഒരു ഇത്തിരി എസ്തറ്റിക് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു അകലം തരും എല്ലാത്തിനകത്തുനിന്നും. എന്തും ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ ബ്ലയേർഡ് ആവും. നിങ്ങൾ ഈ ചിത്രകല എക്സിബിഷനൊക്കെ പോയിട്ടില്ലേ? അവിടെ ഒരു കൃത്യമായിട്ടൊരു അകലം സൂക്ഷിച്ചിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചിത്രം തൊട്ട് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയൊന്നുമല്ല. കാരണം അവർക്കറിയാം ഈ അകലത്തിൽ നിന്ന് നോക്കിയാൽ മാത്രമേ ഈ ചിത്രം പിടുത്തം കിട്ടത്തുള്ളൂ. ആ ഡിസ്റ്റൻസ് ആണ് അവരിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തും കൃത്യമായിട്ട് കാണണമെങ്കിൽ അതിനകത്ത് സൂക്ഷിക്കേണ്ട അകലമുണ്ട്. പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ മീതെയൊക്കെ ഇങ്ങനെ സംഘർഷത്തിലേക്കൊക്കെ ദിവസങ്ങൾ മുമ്പോട്ട് പോവുകയും കളഞ്ഞു പോകുന്നത് എന്ത് ഭംഗിയുള്ള ദിവസങ്ങളാ. ഈ വിരലിനിടെ കൂടി ചോർന്നു പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? 3 വർഷം എങ്ങും പോകാതിരുന്ന ഒരാളെന്ന നിലയിൽ പുറത്തു വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എന്തുമാത്രം ഭംഗിയുള്ള ദിവസങ്ങൾ എങ്ങനെ ചോർന്നു പോയത്. എത്ര നല്ല ലോകം, എത്ര നല്ല കാര്യങ്ങളൊക്കെ പുറത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ സമയത്തെക്കുറിച്ചൊരു ബോധം, ഇതാണ് വാസ്തവ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ഇൻഫിനിറ്റിയുടെ പ്രതലത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ കാണുക. അപ്പോഴേ തോന്നത്തുള്ളൂ ഈ ടിക് ടിക് എന്ന് പറഞ്ഞ് ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമില്ലേ, ഈ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തലവര. ഇത് ചെറുപ്പത്തിൽ ഞാൻ പറയുമായിരുന്നു. ഒരു 17 വയസ്സൊക്കെ പറയുമ്പോൾ ഒരു അക്കാഡമിയിലൊക്കെ കോളേജിലൊക്കെ ഉള്ളൊരു കോളേജ് യൂണിയന്റെ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമായിരുന്നു ഈ സംഭവം, സമയം തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളത്. അന്ന് സത്യം പറഞ്ഞത് പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷെ 53-ാം വയസ്സിലിരുന്നുകൊണ്ട് ഈ ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ടിക് 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 ടിക്. പഴയ ഘടികാരം കണ്ടിട്ടില്ലേ? ഇങ്ങനെ 2
ഗോളങ്ങൾ, ഒരു ഗോളത്തിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ കഥ, ചെറിയ കഥ. ആ ചെറിയ കഥ ഭംഗിയായിട്ട് പര്യവസാനിപ്പിക്കാനായിട്ട് ബാധ്യമുള്ള മനുഷ്യർ എന്തുമാത്രം കാര്യങ്ങൾക്കകത്താണ് ഈ മുങ്ങിയും പൊങ്ങിയും തങ്ങളുടെ നേരം കളയുന്നത്. അപ്പൊ ആ ബോധം തരുന്നൊരു സംഭവത്തിന്റെ പേരാണ് ധ്യാനം. അല്ലെങ്കിൽ പെട്ടുപോകും. അങ്ങനെയൊക്കെ പതുക്കെ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെ എൻ്റെ ആശങ്കകൾ ഞാൻ ഇത്തിരി ഉറക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഭേദപ്പെട്ട പെഡസ്റ്റലിൽ നിന്നല്ല ഞാനീ പറയുന്നത്. എൻ്റെ ആത്മകഥകൾ പറയുമ്പോൾ ഇത്തിരി മൈക്ക് വെച്ചാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടതാണ് ഈ നിശബ്ദതയുള്ള ഒരു പുരുഷനും സ്ത്രീയും. ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞതിനെ ഒരു ജെൻഡർ എന്ത് ചെയ്യുന്നുണ്ടിലോട്ടും അത് പുഷ് ചെയ്യാൻ പാടില്ല. ആണിനും പെണ്ണിനും ഒക്കെ ഇത് ആവശ്യമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തതയുള്ള മക്കള്. മക്കളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബോണസാണ്. തെറ്റായ ഒരു സങ്കല്പമാണ് എല്ലാ ദാമ്പത്യത്തിലും മക്കളുണ്ടാവണം എന്നുള്ളത്. കല്യാണം മക്കൾക്ക് വേണ്ടിയൊന്നും ആണെന്ന് വേദവസം പറയുന്നില്ല കേട്ടോ. വേഗത്തിൽ പറഞ്ഞു പോയത് കൊണ്ട് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. കല്യാണം വെറുതെ ഒരു പുരുഷനും സ്ത്രീക്കും കൂട്ടുണ്ടാവാൻ വേണ്ടിയാ. അവൾ ഒറ്റയാണെന്ന് കണ്ടു, അല്ലെങ്കിൽ അവൻ ഒറ്റയാണെന്ന് കണ്ടു എന്ന ആദ്യ ദുഃഖത്തിൽ നിന്നാണ് ഈ കല്യാണം ആരംഭിക്കുന്നത്. കുട്ടികൾ അതിന്റെ ബോണസാ. വിശേഷിച്ചും കേരളത്തിന്റെ ഇൻഫെർട്ടിലിറ്റി റേറ്റിംഗ് ഈസ് അലാമിങ്. കല്യാണം കഴിച്ച പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നൊക്കെ ഇങ്ങനെ ആകുലതയൊക്കെയുള്ളൊരു കാലം നമുക്ക്. കാരണം നമ്മൾ അത്രയും ഈ ഭാരം ഈ വിവാഹതരം ഇതേ ചുമത്തുന്നുണ്ടെന്നേ. കുഞ്ഞുങ്ങളായില്ലേ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കണ്ടോ, ഇതിപ്പോ എന്താ ഇത്രയും നാളായിട്ട്. ഇത്രയും ഭാരം കൊണ്ട് ഈ പള്ളിയും പൊതുസ്ഥലങ്ങളും ഒക്കെ ഒഴിവാക്കുന്ന എൻ്റെ മക്കളില്ലാത്ത സ്നേഹിതന്മാരുണ്ട്. മക്കളൊരു പ്ലസ് മാത്രമാണ്. ഈ സ്ത്രീയും പുരുഷനും കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പോലും പറയാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അപ്പൊ അതില്ലാത്തതിന് എന്ത് പറയും നമ്മള്, ഒരു സ്റ്റാറ്റസ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്റ്റാറ്റസ്. അപ്പൊ ആ സ്റ്റാറ്റസ് ഉള്ളവര് ഈ കുഞ്ഞുങ്ങൾ എന്തിലോട്ടാ വളർത്തേണ്ടത്? അവരോട് ഇങ്ങനെ ഈ വലിയ കാര്യങ്ങൾ നോക്കി നടക്കാൻ പഠിപ്പിക്കണം. 12 വയസ്സ് തൊട്ട് കുട്ടി വലിയ കാര്യങ്ങളിലേക്ക് നോക്കി നടക്കുകയാണ്. 12 വയസ്സെന്ന് പറയുന്നത് പ്യൂബർട്ടി ഏജാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വലുതാകുന്നതിന്റെ അടയാളങ്ങൾ കാണിക്കുന്ന ഒരു കാലത്തിന്റെ പേരാണ് ഈ പ്യൂബർട്ടി ഏജ്. ആ 12-ാം വയസ്സിൽ കുട്ടിയുമായിട്ട് പള്ളിയിൽ പോയി. പള്ളി ചെന്നപ്പോ കുട്ടിക്ക് മനസ്സിലായി താൻ തന്റെ വീടിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകത്തിന് വേണ്ടിയുള്ള. അവിടെ നിന്ന് കുട്ടി തിരിച്ചു പോകുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് അച്ഛനും അമ്മയും തപ്പി വരുമ്പോഴേക്കും കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പന്റെ ഗൃഹത്തിലായിരിക്കേണ്ടതല്ലേ. ഇതാണ് അപ്പന്റെ ഗൃഹം. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് നമ്മുടെ വീടിന് അടിത്തറ പണിയാനും നമ്മൾ പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും നമുക്ക് ഭേദപ്പെട്ട വാർദ്ധക്യകാലം ഉറപ്പുവരുത്താനും വേണ്ടിയല്ല. കുഞ്ഞുങ്ങള് NRI ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, നാളെ വാർദ്ധക്യത്തിൽ പലിശ എടുത്ത് ജീവിക്കുക. സ്റ്റുപ്പിഡ് ആ സങ്കല്പം. ആ സ്റ്റുപ്പിഡായ സങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും പള്ളിക്കകത്ത് ഏറ്റവും വലിയ പ്രഭാഷണം ഇതാണ്, മുതിർന്നവരെ നോക്കാത്ത മക്കളെ കുറിച്ച്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണ് അവരുടെ വീട്ടില് മുതിർന്നവരുടെ കാര്യത്തിൽ ആശങ്കയില്ലാത്തത്? പിന്നെ ഈ അച്ഛന്മാരൊക്കെ ഇത് എവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്തു? അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്ന 1-2 അനുഭവങ്ങളെ എക്സെപ്ഷൻ ആയിട്ട് എടുക്കാനുണ്ടാവാത്ത വിവേകമില്ലാത്ത ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത സംഭവം ഇത്. ആരെ ഈ കൂട്ടത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, എൻ്റെ ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് നാട്ടിലെ പേരൻസാ. എന്നാ ജോലിയും കളഞ്ഞ് ഈ നാട്ടിലേക്ക് വരാന്ന് വെച്ചെന്നാൽ ആ വയ്യാതെ കിടക്കുന്ന അപ്പൻ എണീറ്റ് പറയും, മക്കളെ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഞങ്ങൾ പോട്ട് പോകുന്നേ. അപ്പൊ വാസ്തവത്തിൽ ഈ കുട്ടികൾ നമ്മുടെ വാർദ്ധക്യത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല. അതങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇത്രയും കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കുട്ടികൾ വാസ്തവത്തില് ലോകത്തിന് വേണ്ടിയാണ്. അപ്പൊ മൂന്നാമത്തെ അതാണ്, ഈ ലോകത്തിന് വേണ്ടി
സങ്കല്പിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങള്. 12 വയസ്സ് തൊട്ട് കുട്ടി ലോകത്തിന് വേണ്ടി സങ്കല്പിക്കുക. അതിന്റെ സാച്ചുറേഷനാണ്. താഴെ നല്ലൊരു അടിവര ഇട്ടുകൊണ്ടൊരു സംഭവം കിടപ്പുണ്ട് ഈ വശത്തായിട്ട്. അതിന്റെ സാച്ചുറേഷനാണ്. അപ്പൊ ആ സാച്ചുറേഷനിൽ എത്തിയില്ലെങ്കിലും ആ ദിശയിലെങ്കിലും സഞ്ചരിക്കണ്ടേ? ലോകത്തിന് വേണ്ടി ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാവുക എന്നുള്ളതോ, രാഷ്ട്ര നേതാക്കളായി മാറുക എന്നുള്ളതോ, സന്യാസത്തിലേക്ക് പോവുക എന്നുള്ളതൊന്നും അല്ലെന്നേ. വെറുതെ ഒരു ആകുലത. അവനവൻ പാർക്കുന്ന ലോകത്തെ കുറിച്ച് ആകുലത സൃഷ്ടിച്ചെടുക്കാൻ പറ്റണം കുഞ്ഞുങ്ങളിൽ. അത് നമുക്ക് മോൾഡ് ചെയ്യാവുന്നൊരു കാര്യമാണ്. സെൻ കഥകളിൽ സെൻ എന്ന് പറയുന്നത് ബുദ്ധ പാരമ്പര്യ കഥകൾ വിളിക്കുന്ന വാക്കാണ് സെൻ. അപ്പൊ സെൻ പാരമ്പര്യ കഥകൾക്കകത്ത് ഒരു അമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഥകൾ പറയാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. പണ്ട് ഞാൻ അധികം ഈ കഥകൾ പറയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കഥ നല്ലതാ. കാരണം നല്ലൊരു കഥയുടെ പേരാണ് മേരി എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ബിലവഡ് പാരബിൾ, കഥയാണ് നല്ലത്. അതുകൊണ്ടാണ് യേശു കഥയൊക്കെ ഇങ്ങനെ ഇത്രയും പറഞ്ഞത്. വെറുതെ കുറച്ച് കഥകൾ കേൾക്കാന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പറയാന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു അമ്മയ്ക്കൊരു മകനുണ്ട്. അമ്മ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അമ്മനിങ്ങനെ നമ്മളൊക്കെ പറയുന്ന കണക്ക് മുണ്ട് വലിച്ച് മുറുക്കി അവനെ പഠിപ്പിച്ചു, പട്ടിണി കിടന്ന് പഠിപ്പിച്ചു. നല്ല ബുദ്ധിയുള്ളവനായതുകൊണ്ട് ഇവനിങ്ങനെ എണിപ്പിടി കയറി 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 വളരെ ചെറുപ്പത്തിൽ ദേശത്തിന്റെ രാജഗുരുവായിട്ട് മാറി. അമ്മ മകനെ കാണാനായിട്ട് വരുമ്പോ നഗരം മുഴുവൻ ആൾക്കാരുടെ ചർച്ച ഈ ചെറിയ പ്രായത്തിൽ രാജഗുരുവായി മാറിയ ആ മകന്റെ ബുദ്ധിയെക്കുറിച്ചാണ്. പക്ഷെ അമ്മയ്ക്ക് ഹാപ്പി ആകാൻ പറ്റണില്ല. അമ്മ ഇത് കണക്ക് ഒരു പരവതാനിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോ കണ്ടു രാജസദസ്സില് വലിയ പണ്ഡിതന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൂളായിട്ട് ഉത്തരം പറഞ്ഞ മകനിരിപ്പുണ്ട്. നമുക്ക് ഹാപ്പി ആകാൻ പറ്റുന്നില്ല. എന്നിട്ടും അമ്മ ഇങ്ങനെ നേരെ വന്നിട്ട് ഈ മകനെ അടിമുടി നോക്കി, എന്നിട്ട് തന്റെ മെല്ലിച്ച കരമെടുത്തിട്ട് ഇങ്ങനെ അവന്റെ മുഖത്ത് ഇങ്ങനെ കുറുകനെയും ബലങ്ങനെയൊക്കെ അടിച്ചു. ഹിസ്റ്റീരിക്കായിട്ട് അടിച്ചു, കുഴഞ്ഞു വീഴുള്ള അടിച്ചു. മകൻ ഇങ്ങനെ എല്ലാ അടിയും കൊണ്ടുകൊണ്ട് നിൽക്കുക. അടിയെല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇതിനു വേണ്ടിയല്ല അമ്മമാര് പട്ടിണി കിടക്കുന്നതും മക്കളെ പഠിപ്പിക്കുന്നതും വലുതാക്കുന്നതും, ഈ രാജസദസ്സിൽ ഗുരുവായിട്ടിരിക്കാൻ. എന്നിട്ട് കാറ്റത്ത് പൊട്ടിയ പട്ടം കണക്കിങ്ങനെ ഒഴുകിപ്പോയി. പോകുമ്പോഴൊക്കെ ആ സ്ത്രീ നിലവിളിക്കുന്നുണ്ടായിരുന്നു, ഇതിനു വേണ്ടിയല്ല അമ്മമാര് പട്ടിണി കിടക്കുന്നത്, ഇതിനു വേണ്ടിയല്ല അമ്മമാര് പട്ടിണി കിടക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ? ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ച അയാൾ ഒരു ജ്ഞാനത്തിലേക്ക് ഡിസ്പോസ്ഡ് ആയ മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾക്ക് ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. അയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. വൈകാതെ അയാൾ ഈ രാജസദസ് വിട്ടുപോയിട്ട് ഒരു ചേരിയിൽ പോയി താമസിക്കാൻ തുടങ്ങി. അവിടുത്തെ ചെറുപ്പക്കാരോടൊപ്പം പകല് പണിക്ക് പോകും. രാത്രിയിൽ അവരുടെ മക്കളെ മടിയിലിരുത്തി അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ഹരി, ശ്രീ, എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ അക്ഷരം എഴുതാൻ തുടങ്ങി. ആ, അമ്മ, ഭൂമി. ഇന്നലത്തെ രാജഗുരുവാ, ഇപ്പൊ കളരിയാശാന. അങ്ങനെ അമ്മ മകന്റെ വഴിതെറ്റാവുന്ന ജീവിതത്തെ സാർത്ഥകമാക്കി. അമ്മമാരൊക്കെ ഇത് കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ മധ്യവയസ്സിലെങ്കിലും എത്തിയിരിക്കുന്ന നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇതിനു വേണ്ടി ആയിരുന്നില്ല അമ്മമാര് പ്രാർത്ഥിച്ചതും നോമ്പ് നോറ്റതും പട്ടിണി കിടന്നതും. എന്തൊരു ജീവിതമാണ് നമ്മുടെ. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മധ്യവയസ്സിലെത്തിയ മക്കൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? മതിലിന്റെ ഉയരം കൂട്ടുക, മുറ്റത്തെ പുല്ല് വെട്ടി ടൈലാക്കുക. ഇങ്ങനെ ടൈലിടാൻ വേണ്ടി മാത്രം ജനിച്ച മക്കള്. ഒരു സ്റ്റുപ്പിഡായ ജീവിതം. ഇനി അമ്മമാര്, എൻ്റെ അമ്മ മരിച്ചുപോയി, അമ്മമാര് മരിച്ചുപോയ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് രാവിലെ കുളിച്ചു കഴിയുമ്പോ കണ്ണാടിന് മുമ്പ് നിന്നിട്ട് ഈ മരിച്ചുപോയ അമ്മയുടെ മെല്ലിച്ച കരങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് സ്വയം അടിച്ചുകൊണ്ട് പറയണം, ഇതിനു വേണ്ടിയല്ല, ഇതിനു വേണ്ടിയല്ല. ഈ 3 എലമെന്റ് കൂടി ചേർന്നിട്ടുണ്ടാക്കുന്ന ഒരു കൾച്ചറൽ ഹബിന്റെ പേരാണ് വീട്.
വെറുതെ ഒരു കൂരയൊന്നും അല്ലെന്നേ. കൂര കെട്ടാനൊക്കെ ആയിട്ട് വെറുതെ ഡ്രസ് വർക്ക് മതിയായിരുന്നു. 4 കോല് വലിച്ചിട്ട് 2 കൊണ്ട് കൂര കെട്ടാം. ഇതിങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡിന്റെ പേരാണ് വീട്. ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. അത്രയെങ്കിലും കുഞ്ഞുമക്കളോട് പറയണം. സ്ട്രക്ചർ. അവിടെയാണ് നമുക്കിങ്ങനെ ഈ പാസ് മാർക്ക് കിട്ടാതെ തലകുനിച്ചൊക്കെ നമ്മൾ നമ്മുടെ ഈ വാസം കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് വീടിനെ കുറിച്ച് പറയാനായിട്ടുള്ളൊരു വിചാരം. എനിക്ക് അച്ഛൻ വിളിക്കുമ്പോ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത്രയും അങ്ങോട്ട് നീട്ടാനായിട്ടുള്ളൊരു ബുദ്ധിയോ തോന്നലോ വരുന്നില്ല. ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് പതുക്കെ ഒന്ന് പറഞ്ഞ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡ് ചെയ്യാന്നാണ് ഞാൻ കരുതുന്നത്. ബന്ധങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യും. മേരിന്ന് പഠിക്കുന്ന പാഠം അതാണ്. അപ്രിഷ്യേറ്റ് യുവർ റിലേഷൻഷിപ്സ്. ഇത്രയും മതി. കൂടെ പാർക്കാൻ വന്ന ആ മെല്ലിച്ച സ്ത്രീ, ഒക്കത്ത് അല്ലെങ്കിൽ മടിയിലൊക്കെ നമ്മളിപ്പൊ ചേർത്ത് പിടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, അടുത്ത മുറിയില് എന്താ നടക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വയോധികനായ ഒരച്ഛനമ്മ, ഇവരൊക്കെ വെറുതെ ഒന്ന് ഓർക്കാനായിട്ട് ദിവസം എടുത്തതെന്നല്ല, ഫാമിലി ഡേ ആക്ക. കാരണം മേരി എന്ന് പറയുന്ന ആളുടെ മറ്റൊരു ഭാവം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. തർക്കം വല്ലതും ഉണ്ടോ? തർക്കം ഉണ്ടെങ്കിൽ വെറുതെ മേരി വായിക്കേ. തുടങ്ങുന്ന എങ്ങനെയാണ്? നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് ഇത്രാം മാസമാണ്. ഒരു ഡിസ്റ്റന്റ് റിലേഷനിലോട്ട് ഓടിപ്പോയി ഈ സ്ത്രീ. ഡിസ്റ്റന്റ് റിലേഷനിലോട്ട്. ആ ഡിസ്റ്റന്റ് റിലേഷനിലോട്ട് ഓടിപ്പോകുന്ന സ്ത്രീ എന്ന നിലയിലാണ് മേരിയെ ഈ പറഞ്ഞ പുതിയ മക്കളുടെ ഭാഷയിൽ മേരിയുടെ സുവിശേഷത്തെ എൻട്രി. അതിലോട്ട് ഓടിപ്പോവുക. പിന്നെ എല്ലായിടത്തും അത് തന്നെയാണ്. ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ അലയാൻ പോകുന്നു. എനിക്ക് എപ്പോഴും ജോസഫിനെയും മേരിയെയും കുറിച്ച് വായിക്കുമ്പോ പഴയ നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അബ്രഹാത്തെയും സാറയും ഓർമ്മ വരുന്നു. അലച്ചിലിന്റെ തലവരെ ഉണ്ടായിരുന്ന ഒരു പൂർവ്വപിതാവും അയാളുടെ ഭാര്യയും. പക്ഷെ എന്നാലും എപ്പോഴൊക്കെ സാറ് ഈ പറഞ്ഞ അബ്രഹാത്തെ വിളിക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വാക്ക് ഇതാണ്: മൈ ലോർഡ്, എന്റെ പ്രഭു. ഇത് റെസ്പെക്റ്റാ. റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഊതിവീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം കൊണ്ടൊന്നും ഓടത്തില്ല കേട്ടാ. റെസ്പെക്ട് ആവശ്യമുണ്ട്. ഭൂമിയിൽ വെച്ച് ഏറ്റവും ദരിദ്രനായ ഒരു തുണ്ട് മണ്ണില്ലാത്ത ഒറ്റ ഉടുപ്പിട്ട് നടക്കുന്ന പുരുഷനെ നോക്കിയിട്ട് പഴയ നിയമത്തിലൊരു സ്ത്രീ വിളിക്കുന്ന വാക്കാണ് മൈ ലോർഡ്, എന്റെ പ്രഭു. അയാൾ അതും അവളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. പുരുഷന്മാരെഴുതിയ പുസ്തകമായത് നമ്മൾ വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് അടയാളപ്പെടുത്തണമെങ്കിൽ നിശ്ചയമായിട്ടും അയാൾ അയാളുടെ ഭാര്യയും വിളിച്ചിട്ടുണ്ടാവും, എന്റെ രാജകുമാരി, മൈ പ്രിൻസ്. നിങ്ങൾ എന്ത് വിചാരിച്ചു ഈ രാജാവും രാജ്ഞി എന്നൊക്കെ പറയണത് ഇങ്ങനെ 1.5 കിലോ എന്ത് ചെയ്യുന്നു സ്വർണത്തിന്റെ കിരീടമൊക്കെ വെച്ച് വരുന്ന? എന്ത് കഥക്കകത്തൊക്കെ പുറത്ത് കിടക്ക്. തലയെടുപ്പോട് ജീവിക്കാൻ പറ്റുന്ന മനുഷ്യനെ വിളിക്കുന്ന വാക്കാണ് രാജാവ്. അവന്റെ കൂട്ടുകാരെ വിളിക്കുന്ന വാക്കാണ് രാജ്ഞി. ഉടനീളം ഇങ്ങനെ പ്രഭുവായിട്ടാണ് ഇയാൾ എണ്ണുന്നത്. അയാള് പറഞ്ഞു ബെത്ലഹേമിലോട്ട് പോകാം, പോയി. നിറവേറുമായിട്ട് പോയി. അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് കേൾക്കുന്നുണ്ട്, നമുക്ക് ഈ രാത്രി ഓടിപ്പോകാം. ഓടിപ്പോയി. നമ്മൾ സന്തോഷം കൊണ്ട് വരക്കുന്ന മുഖമാട്ടെ ഇതൊക്കെ മേരിയുടെ. കാരണം ചിത്രകാരന്മാർക്ക് പറയുന്ന മേരിയുടെ ആദ്യത്തെ ചിത്രം വരച്ചത് ലൂക്കായാണെന്നാ പറയുന്നത്. അത്രയും ഹിസ്റ്റോറിസിറ്റി ഉള്ള കാര്യമൊന്നും അല്ല, എന്നാൽ അത് രസമുള്ളൊരു പാരമ്പര്യം. കാരണം ലൂക്ക ചരിത്രകാരനാ, ചിത്രകാരനാ, ഒപ്പം അയാൾ ഫിസിഷ്യൻ കൂടിയാണ്, ഡോക്ടർ കൂടിയാ. അപ്പൊ ലൂക്ക വരച്ചെന്ന പേരിൽ അറിയപ്പെടുന്ന ഒത്തിരി ചിത്രങ്ങളുണ്ട്, പലയിടങ്ങളുണ്ട്. നമ്മുടെ മണർകാട്ട് പള്ളി ഇതാണോ? അല്ല ഓക്കെ. പക്ഷെ ലോകത്തിന്റെ പലയിടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? പോളണ്ടിലൊക്കെ ബ്ലാക്ക് മഡോണ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറയുന്ന ലൂക്കാടെ എന്നാ പറയുന്നത്. വെറുതെ പാരമ്പര്യമാണ്. അബ്സല്യൂട്ട്ലി അതിനകത്ത് സയൻസ് ഇല്ല, ഹിസ്റ്ററി ഇല്ല. പക്ഷെ എന്നാലും രസമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം മേരിയെ വരക്കുമ്പോ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് വരക്കണം എന്നുള്ള. കാരണം അത്രയും ഭംഗിയുള്ള സ്ത്രീ അവര്. ഭംഗി എന്ന് പറയണത് ഈ കാണുന്നതല്ല.
നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. അതങ്ങനെ അല്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും പിടുത്തം കിട്ടുന്നുണ്ട്. അടുത്ത കാലത്ത് നടന്ന ഏറ്റവും നല്ലൊരു കാര്യം, ഫെയർ ആൻഡ് ലവ്ലി എന്നും പറഞ്ഞുകൊണ്ടൊരു ക്രീമുള്ള ഒരാൾക്കാരുണ്ടായിരുന്നു. അവരതിന്റെ പേര് മാറ്റി. ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും കൃത്യമായ കൾച്ചറലായ ഡിസിഷനാണ് എന്ത് ചെയ്യുക, ഫെയർ ആൻഡ് ലവ്ലി പേര് മാറ്റി. കാരണം ഈ വെളുപ്പാണ് സൗന്ദര്യം എന്നൊക്കെ ഉള്ളത്. പിന്നെ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചിത്രകലാ സങ്കേതങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വരക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ മേരിയെ കണക്കൊരു സ്ത്രീയിൽ ഇതൊന്നും ഉണ്ടാവില്ല. സൺബേണായ സ്ത്രീയാ. മിഡിൽ ഈസ്റ്റിലെ ഈ ചുട്ടുപൊള്ളണ മണലിന് മുകളിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്കകത്ത് ഇങ്ങനെ വെറുതെ സൺബേൺ ആയിരിക്കണം, മെല്ലിച്ചൊരു സ്ത്രീ. പക്ഷെ അവളാണ് ലോകത്തെ ഏറ്റവും അഴകുള്ള സ്ത്രീ. ഇങ്ങനെ അഴകെന്ന് പറയണത് പണ്ട് ഒരാൾ അയാളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കണക്കാണ്. നമ്മൾ പൊട്ടിയ ഒരു മഷിക്കുപ്പി വെച്ചാലും, ഈ വക്ക് കളഞ്ഞൊരു ബൾബിനകത്ത് വെച്ചാലും, ചളുങ്ങിയ ഒരു ടംബ്ലറിൽ വെച്ചാലും, ഒരു പൂ വെക്കുന്ന നിമിഷം തൊട്ട് അതൊക്കെ പൂപ്പാത്രമായിട്ട് മാറും. വെസലല്ല, ഈ അകത്തൊരു ഫ്രാഗ്രൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതല്ല പറയാനായിട്ട് വന്നത്. അപ്പോ ഈ അലഞ്ഞു നടന്ന സ്ത്രീ, ഈ അഴകൊന്നുമില്ല, ഈ പറയുന്ന അഴകൊന്നും ഇല്ലാത്തൊരു സ്ത്രീ, പക്ഷെ റെസ്പെക്റ്റാ. ഒരിക്കൽ പോലും അയാളെ കൂടെ വിട്ടില്ല. അയാളുടെ വിധിയിൽ അവളിങ്ങനെ കൂടെ കൂടെ പോവുകയാണ്. അങ്ങനെ അവസാനം വരെ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുത്തൊരു സ്ത്രീ എന്ന നിലയിൽ മേരിയെ മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാല് ഈ ദിവസത്തെ കാര്യം നമ്മൾ ഒപ്പിച്ച്. ഒരു ദിവസം എന്തെങ്കിലും ഒപ്പിക്കണ്ടേ? 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഈ ബോറ് കേൾക്കുമ്പോ അത്രയും കിട്ടിയാൽ മതി. ഈ ദിവസം അത് തലേ കയറിയാൽ മതി. ഈ ബന്ധം വളരെ പ്രഷ്യസാ. ആദ്യം പറഞ്ഞ കാര്യമൊക്കെ വിട്ട് കളയന്നെ. എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സാൻഡ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പറയാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ, relish your relationships. കാരണം ബന്ധങ്ങൾ യാദൃച്ഛികമല്ല. ബന്ധങ്ങൾ യാദൃച്ഛികമല്ല. നമ്മളിങ്ങനെ കുറെ മുത്തുമണികൾ താഴോട്ട് ചൊരിയുന്ന കണക്കാണ്. ഇതിങ്ങനെ ഒരുമിച്ച് വന്ന് വീഴുമ്പോഴും എല്ലാ മുത്തും എല്ലാത്തിനെയും തൊടുന്നില്ല. ഒരു മുത്തിങ്ങനെ പലതിനകത്തുനിന്ന് വഴുതി 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 മാറിപ്പോയിട്ട് വേറൊരു മുത്തിനെ തൊട്ടിട്ട് ഇങ്ങനെ നിശ്ചലമാകും. റിലേഷൻഷിപ്സ് ഇങ്ങനെയാണ്, നിശ്ചയിക്കപ്പെട്ടതാ. നിലത്ത് ചൊരിയപ്പെട്ട ഈ മുത്തുമണികൾക്കകത്ത് പോലെ ഒരു മുൻനിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നയാളുടെ കൂട്ടുകാരിയാവുക, ഇന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പിറക്കുക, ഇന്ന വയോധികന്റെ മകനായിട്ടിരിക്കുക എന്നതിനകത്തൊരു നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മകൻ പറയും, ദൈവമാണ് യോജിപ്പിക്കുന്നത്. ബസ് നിങ്ങൾ ഇതിനകത്ത് ഒരു വരി കൂടി കൂട്ടിച്ചേർത്ത, നിങ്ങൾ ഫാമിലി റിട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐ ചലഞ്ച്, ഒരു വരി ഒന്ന് കൂട്ടിത്ത. ദൈവമാണ് ബന്ധങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞതിനകത്തുള്ള കൊച്ചു വർത്താനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ. ഇതൊരു കാഷ്വാലിറ്റിയോ ഇതൊരു പറഞ്ഞ എവഞ്ചാലിറ്റിയോ ഒന്നുമല്ല. ഇത് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടുള്ള ഒന്നാണ്. ഞാൻ ഇയാളുടെ കൂടെ പാർക്കണം, അല്ലെങ്കിൽ ഇവളുടെ കൂടെ പാർക്കണം, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് പിറക്കണം. അതുള്ളത് കൊണ്ടാണ് ഈ സ്ത്രീ അവസാനം വരെ ഇങ്ങനെ ബന്ധങ്ങളുടെ കൂടെ നടന്നത്, അല്ലേ? മകനെ കുറിച്ച് ഒരു ആശങ്കയൊക്കെ ഉണ്ടായൊരു കാലം വന്നു. അപ്പോഴാണ് മേരി എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പബ്ലിക് സ്പേസിൽ നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, ഒരു കല്യാണ ദിവസം കാണുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ മേരിയുടെ ബന്ധുക്കളെന്നാ പറയുന്നേ, പാരമ്പര്യം. അവിടുത്തെ ഒരു ആശങ്കയിൽ മേരി പങ്കുചേരുക. പിന്നെ മകനെ കുറിച്ച് നല്ലതല്ലാത്ത കഥകളൊക്കെ കേൾക്കുന്നു. 30 വയസ്സുള്ള ഒരു മരപ്പണിക്കാരൻ, എക്സ് കാർപ്പന്റർ ഇപ്പൊ പണിക്ക് പോകുന്നില്ല. പുതിയ പണിയൊക്കെ ഉണ്ടോ? നമ്മ വരുന്നില്ല. പിന്നെ നീ എന്നാ ചെയ്യാൻ പോണ്? കുറച്ചു കാലമൊക്കെ ഇങ്ങനെ ഇത്തിരി നടക്കണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് എപ്പോ നോക്കിയാലും ഈ കടപ്പുറത്ത് പോയിരുന്നിട്ട് മുക്കൂരുമായിട്ട് കൊച്ചുവർത്താനമാണ്. പിന്നെ അവരൊക്കെ പോയി കഴിയുമ്പോ പൊള്ളണ മണലിൽ കിടന്നുകൊണ്ട് ആകാശത്ത് നോക്കി നിലവിളിക്കുന്നതൊക്കെ, അപ്പാ മേരിയുടെ മോന് ഭ്രാന്താണ് ട്ടാ. ഞാൻ വിചാരിക്കുന്നു ശമയോൻ പറഞ്ഞ വാളിതാണ്.
ഒരു മകനെ കുറിച്ച് അമ്മയ്ക്ക് കേൾക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം. ആ ആശങ്കയെ പങ്കുചേർന്നിട്ടാണ് ഈ സഹോദരന്മാരോടൊപ്പം മേരി വരുന്നത്. നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അവന്റെ സഹോദരന്മാര് അവന് ഭ്രാന്തെന്ന് കരുതി അവനെ പിടിക്കാൻ പുറപ്പെട്ടു. വയസ്സാം കാലത്ത് ആ തള്ളയ്ക്ക് എന്തെങ്കിലുമൊക്കെ അനത്തി കൊടുക്കേണ്ട മോനാണേ. അവൻ മെച്ചമായ ആ തള്ളക്കുള്ള ഒരിക്കൽ വീണ്ടും തപ്പി വരുന്നുണ്ട്. രണ്ട് കോണ്ടസ്റ്റും നമ്മൾ വിളക്കി യോജിപ്പിക്കുമ്പോഴും ഇതിങ്ങനെയാണെന്നാണ് പഠിക്കുന്നവർ പറയുന്നത്. പിന്നെ അവന്റെ ഫെയ്റ്റിനും കൂടെ നിൽക്കുകയാണ്. അതിന് താഴെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നു. വിറ്റിയോ ഈ കാത്തലിക്സ് സങ്കല്പങ്ങളിലെ ഈ വ്യാകുല മാതാവ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തോട് ഈ മധ്യവയസ്സിലെത്തുമ്പോൾ ഒരു മമതയില്ല. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒത്തിരി പൊലിപ്പിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേരി അത്ര വ്യാകുല മാതാവൊന്നുമല്ല. വെരി സ്ട്രോങ് വുമൺ, വെരി സ്ട്രോങ് വുമൺ. ഒരിടത്ത് പോലും വേദപുസ്തകം പറഞ്ഞിട്ടില്ല അവളിങ്ങനെ കുരിശിൻ ചവിട്ടിൽ കരഞ്ഞുകൊണ്ട് നിന്നായിട്ട്. കരഞ്ഞതൊക്കെ നാട്ടുകാരന്നേ. ശവകുടീരത്തിനരികിലും മറ്റൊരു മേരി ഇരുന്ന് കരയുന്നുണ്ട്. ഈ മേരി കരഞ്ഞിട്ടില്ല. സ്ട്രോങ്. ലോകത്തിന് വേണ്ടി മകനെ വളർത്തി വലുതാക്കിയ സ്ത്രീക്ക് ഊഹിക്കാവുന്ന കപ്പം മാത്രം ഇത്. വാട്ട് എൽസ്? യേശുവിനെ കണക്കുള്ള ഒരാൾ പിന്നെ എങ്ങനെ മരിക്കണം? ആത്മത്തിനുള്ള കൂതാശകളൊക്കെ സ്വീകരിച്ച് ഐസിയു കിടന്ന് മരിക്കണോ? ഇത് ബോറാണ്. അയാളിങ്ങനെ തന്നെ മരിക്കണം. പക്ഷെ ഓൾ ത്രൂ ഹിസ് ഫെയ്റ്റ് ഷി വാസ് ദർ. ഇതാണ് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. മക്കൾക്ക് വഴിതെറ്റി പോകാം, മക്കളെ കുറിച്ച് ചീത്തപ്പേര് കേൾക്കാം. അവളും അവളുടെ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി വീട്ടിലേക്ക് വരാം. അവനൊരു കേസിൽ പെട്ടു. എലോങ് വെറുതെ കൂടെ നടക്കുക. കാരണം അബദ്ധത്തിൽ സംഭവിച്ചതല്ല. ഈ അമ്മയുടെ മകനായത് കൊണ്ടാണ് മടങ്ങിപ്പോകുന്നതിന്റെ തലേ രാവിലെ ആ 33 വയസ്സുള്ള മരപ്പണിക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. മര്യാദക്ക് സമാധാനത്തിൽ മടങ്ങിപ്പോകണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ധൈര്യം ഇതാണ്. ഒറ്റ സ്നാപ്പിൽ ജീവിതത്തിന്റെ ആൽബം കാണാൻ തുടങ്ങുമ്പോ പറയാൻ ധൈര്യം ഉണ്ടാവണം, എന്നെ ഏൽപ്പിച്ച ഒരാളെ ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. അത് അവരുടെ മെരിറ്റ് കൊണ്ടൊന്നുമല്ലെന്നേ, മറിച്ച് എന്റെ മാഗ്നാനിമിറ്റി കൊണ്ടാ, എന്റെ വലിപ്പം കൊണ്ട്. ആ വലിപ്പത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട, അല്ല അവര് നന്നാവാൻ വേണ്ടിയല്ല. എല്ലാത്തിനും എന്ത് നല്ലത് ചെയ്തെന്നോ ഇപ്പൊ ഒരു പിടുത്തവും കിട്ടുന്നില്ല. വളരെ കൺഫ്യൂസ്ഡാ ഞാൻ. ഏതാ നന്മ ഏതാ തിന്മെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. വിമാനപാഠം ഉണ്ടായപ്പോഴേക്കും ഓടിച്ചെന്ന് രക്ഷിച്ചത് നന്മയാണെന്ന് ചിലർ പറയുന്നു. ഇത്തരം ഒരു കാലത്തിനകത്ത് തങ്ങളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് നോക്കാതെ അതിലേക്ക് ഓടിച്ചെല്ലുകയല്ല, മാറി നിൽക്കുകയാണ് നന്മയെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. എനിക്കറിയത്തില്ല ഇപ്പൊ എന്താ നന്മയെന്നുള്ളത്. റിയലി കൺഫ്യൂസ്ഡ് ആണ്. രണ്ടു കൂട്ടരും പറയുമ്പോഴും എന്താണ്ടൊരു ശരിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ അസസ് ചെയ്യുന്ന നന്മയും തിന്മയൊന്നും അല്ല, മറിച്ച് എന്തായാലും മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ട്. അതിനുവേണ്ടിയോടെ നമ്മൾ മേരിയോട് പ്രാർത്ഥിക്കേണ്ടത്. കണ്ട ചിന്തകളെ ഞാൻ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ചുരുക്കി പറയുകയാണ്. ഒരു പാരബിളിന്റെ പേരാണ്, മോസ്റ്റ് ബിലോവഡ് പാരബിളിന്റെ പേരാണ് മേരി. ഓരോ ദിവസവും വായിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു പാരമ്പര്യം, ഓർത്തഡോക്സ് പാരമ്പര്യത്തിനകത്തൊക്കെ എല്ലാ സഭാപിതാക്കന്മാരും വോളിയൂംസ് എഴുതിയിട്ടുള്ള ഒരു സ്ത്രീയുടെ പേരാണ് എന്താ? കീർത്തനങ്ങളൊക്കെ മേരിയെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. കാത്തലിക് രീതിയിൽ ലുത്തീനിയ പ്രാർത്ഥന ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടും തീരുന്നില്ല. ദീർഘമായ പ്രാർത്ഥന വിളിക്കുന്ന വാക്കാണ് ലുത്തീനിയ. അപ്പൊ പറഞ്ഞാൽ തീരാത്ത, പറഞ്ഞു തീരാൻ പാടില്ലാത്ത ഒരു നല്ല ഉപമയുടെ പേരാണ് എന്ത്? മേരി. അതിനകത്തുനിന്നൊരു ചെറിയ കാര്യം എടുത്ത് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഒരു തിരുക്കുടുംബം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്. നീതിബോധമുള്ളൊരു ഫാദർ ഫിഗർ,
ഒരു അടിസ്ഥാന മെഡിറ്റേഷനുള്ള ഒരു സ്ത്രീ, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ പരുവപ്പെടുത്തിയിട്ടുള്ള, നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ള മക്കള്. നീതി, നിശബ്ദത, നിയോഗം. ആവർത്തിക്കുകയാണ്: നീതി, നിശബ്ദത, നിയോഗം. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു എലമെന്റിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വീടിനകത്ത് സിങ്ക് ചെയ്യും. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞങ്ങളുടെ വീട്ടിൽ തിരുക്കുടുംബം. പിന്നെ അതിനകത്തുനിന്നാണ് നമ്മളൊരു ഒറ്റ വിചാരം കൂടി കണ്ടത്: റിലിഷ് യുവർ റിലേഷൻസ്. വെറുതെ ചേർത്ത് പിടിക്കുക, അവരോടൊപ്പം ആയിരിക്കുക, അവരെക്കുറിച്ച് എന്ത് മോശം കേട്ട് കഴിഞ്ഞാലും അവർ ഡിസോൺ ചെയ്യാതിരിക്കുക. നിങ്ങൾ കൂടി കൈവിട്ട് കളഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? മദ്യപിക്കുന്നൊരു പുരുഷനെ അവിടെ കൊണ്ടുപോയി, ഈ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി, ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ നടക്കുന്നൊരു സ്ത്രീയുണ്ട്. അവരെ ഞാൻ ഒരിക്കലൊന്ന് കൺഫ്രണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നിങ്ങനെ പുറകെ നടന്ന് അത് ശരിയാവാൻ പോകുന്നില്ല. അവര് പറഞ്ഞു, അച്ഛാ, എനിക്കെന്ത് സംഭവിക്കുന്നുള്ളതല്ല പ്രശ്നം, ഞാൻ കൂടി കൈവിട്ട് പോയ അയാൾക്ക് എന്നാ സംഭവിക്കും? What will happen to the man? അതാണ് അൾട്ടിമേറ്റ്. വെറുതെ വലിയ ഫൊർഗീവ്നെസ്സിലോട്ടൊക്കെ വരിക, ചേർത്ത് പിടിക്കുക. കൺക്ലൂഡ് ചെയ്യുകയാണ്, എപ്പോഴും ഉണ്ടാവും ജീവിതത്തിലൊരു ചോയ്സ്. ഇങ്ങനെ കടന്നു പോകുന്ന വൈകാര്യത വേണോ, നിലനിൽക്കുന്ന ബന്ധം വേണോ? മേരിക്ക് വേണ്ടി കീർത്തനങ്ങൾ പാടുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നു, ആൻഡ് വി ഓപ്റ്റ് ഫോർ പെർമനന്റ് റിലേഷൻഷിപ്പ്. ആമേൻ. ഒരു സെക്കൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കണ്ണുപൂട്ടി നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി എങ്കിലും ഓർമ്മിക്കുക. നമുക്ക് ഒന്നുകൂടി നമ്മളെ സമർപ്പിക്കുക, കുടുംബത്തിന് വേണ്ടി, ബന്ധങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക. ഒരു കുഞ്ഞു പ്രാർത്ഥന, ഒരു പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് എന്നോടൊപ്പം ഒന്ന് ചേർന്ന് ചൊല്ലിയാൽ നല്ലതായിരിക്കും. നമ്മൾ ഇരിക്കുന്നിടങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് എൻ്റെ ഭവനത്തെ സദാ പൊതിയണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് എൻ്റെ ഭവനത്തെ സദാ പൊതിയണമേ. യു ആർ always enshrouded by his love. Amen. Thank you.